ഹായ് ഗൈസ്, അപ്പോൾ ഇതിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ്. ഇതിനകത്ത് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഒരു ഫോൾഡബിൾ ചെയറാണ്. അപ്പോൾ ഇതാണ് ആ സാധനം. നമ്മൾ സാധാരണ ഒരു ബാഗിനകത്ത് കൊണ്ടു നടക്കാൻ പറ്റും, ഒരു ട്രാവൽ ബാഗിനകത്ത്. അപ്പോൾ ഇതിൻ്റെ ഓപ്പണിങ് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. ഇവിടെ ഒരു ചെറിയൊരു സ്വിച്ച് ഉണ്ട്. ഈ സ്വിച്ച് നമ്മൾ ഞെക്കി കഴിഞ്ഞാൽ സംഭവം ഓപ്പൺ ആവാം. ഇത്ര ഉള്ളതിൻ്റെ പരിപാടി. എവിടെയെങ്കിലൊക്കെ പോയാൽ നമുക്ക് ഒന്ന് ഇരിക്കണമെന്നുണ്ടെങ്കിൽ, ട്രെയിനിലൊക്കെ പോകുന്നവർക്ക് ഇരിക്കാൻ സീറ്റില്ലാത്തൊരു പ്രശ്നമാണ്. അപ്പോൾ അവർക്ക് പറ്റിയ ഒരു സൊല്യൂഷനാണ് ഈ ഒരു ചെയർ. ഇത് നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും എത്ര ചെറുതാണ്. പിന്നെ ഇത് കൊണ്ടു നടക്കാൻ കൂടി ഈസിയാണ്. ഇതേപോലെ തന്നെ നമുക്കത് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഇവിടെ ഒരു സ്വിച്ച് കണ്ടോ, ഇതിൽ ഞെക്കിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ക്ലോസ് ആക്കാനുള്ള ഓപ്ഷനാവും. പിന്നെ ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് വലിച്ചു കഴിഞ്ഞാൽ ഇത് ക്ലോസ് ആയി. ഇത്രേ ഉള്ളൂ ഈ ഒരു ചെയറിൻ്റെ. ട്രാവൽ ചെയ്യുന്നവർക്കൊക്കെ എവിടെയെങ്കിലും പോയിട്ട് ഇരിക്കാൻ നല്ല ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നവർക്കൊക്കെ ഈ ഒരു പ്രൊഡക്റ്റ് വളരെ നല്ലതായിരിക്കും. ഇതൊന്നും പെയ്ഡ് പ്രൊമോഷൻ അല്ല, ഇതൊക്കെ ഞാൻ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് മേടിച്ചേക്കുന്ന സാധനങ്ങളാണ്. ഇതിനൊപ്പം കൂടി ഞാൻ മേടിച്ച ഒരു സാധനമാണ് സ്ലീപ്പിംഗ് മാറ്റ്. ഇത് ഓപ്പൺ ചെയ്ത് നമുക്ക് ഈ വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല, കാരണം അത്രയ്ക്കും നമ്മളൊരാളുടെ 6 ഫീറ്റ് ലെങ്ത് ഉണ്ടാവും സാധനമൊക്കെ. പിന്നെ അതിലൊക്കെ ഉള്ളൊരു പില്ലോ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ആ പില്ലോ. ഈ പില്ലോയിൽ നമ്മൾ എയർ നിറയ്ക്കാൻ ഉള്ള സാധനമാണിത്. ഇവിടെ നമുക്ക് അതിനൊരു ഓപ്ഷൻ ഉണ്ട്, എയർ കുറച്ച് ഉള്ളിൽ വയ്ക്കാൻ. ഇത് രണ്ടുമാണ് അത്യാവശ്യമായിട്ട് നമുക്ക് വേണ്ടത്. അപ്പോൾ ടെൻറ്റ് ഒക്കെ അടിച്ച് കിടക്കുമ്പോൾ അത്യാവശ്യം തലോണ വെച്ച് ശീലമുള്ളവർക്ക് തലോണ ഇല്ലാതെ കിടക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അവർക്ക് പറ്റിയ പ്രൊഡക്റ്റാണ് ഈ സ്ലീപ്പിംഗ് പില്ലോ. ഇത് ഞാൻ ഡെക്കാത്തലോണിൽ നിന്നാണ് എടുത്തേക്കണത്. അതിനൊപ്പം നമ്മളൊരു ടെൻറ്റും കൂടി പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഇത് 3x ടെൻറ്റാണ്. പിന്നെ അത്യാവശ്യം ഒരു 3.5 കിലോ വെയിറ്റ് വരുന്നുണ്ട്. ഇത് നമുക്ക് ഓപ്പൺ ചെയ്ത് കാണിക്കാൻ ഈ ഒരു സ്ഥലപരിമിതി പോരാ. അപ്പോൾ ആർക്കെങ്കിലും ഈ ടെൻറ്റ് ഓപ്പൺ ചെയ്ത് ഇത് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യണത് ഒക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്ത് തരും. കാരണം ഇത് ഇത്രയും ലോങ് പ്രോസസ്സാണ്. എന്നാൽ ഒരു 5 മിനിറ്റ് താഴെ എടുക്കുള്ളൂ. അപ്പോൾ ആർക്കെങ്കിലും ഇത് എങ്ങനെയാണ് ഓപ്പൺ ചെയ്ത് എങ്ങനെയാണ് ടെൻറ്റ് ഇൻസ്റ്റാൾ ചെയ്യണത് എന്നുള്ളൊരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇത്ര സാധനങ്ങളൊക്കെയാണ് ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഒരു പവർ ബാങ്ക് മേടിച്ചിട്ടുണ്ട് ആംബറേൻ്റെ. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ കൊടുക്കാം. അപ്പോൾ ആവശ്യമുള്ളവർക്ക് കയറി നോക്കാം. അപ്പോൾ നിങ്ങളാരെങ്കിലും യാത്ര ചെയ്യാൻ പോവുകയാണ്, നിങ്ങൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ വളരെ ഉപകാരപ്രദമാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തേക്കുന്നത്. ഇതാകുമ്പോൾ നിങ്ങൾക്ക് വിശ്വസിച്ച് എടുക്കാം. അപ്പോൾ ഗൈസ്, ഞാൻ മേടിച്ചേക്കുന്ന പവർ ബാങ്കാണ് ഈ കാണുന്ന ആംബറേൻ്റെ പവർ ബാങ്ക്. ഈ പവർ ബാങ്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിങ്ങനെ തൂക്കിയിടാം. പക്ഷേ ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഇതൊരു ചാർജിങ് കേബിളാണ്. നമുക്ക് ഇവിടെ തന്നെ ഇതിൻ്റെ ഒരു ചെറിയൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് പ്ലഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ തന്നെ എക്സ്ട്രാ ഒരു കേബിൾ കൊടുത്തിരിക്കും. ഈ കേബിൾ തന്നെയാണ് നമ്മുടെ ഇതിൻ്റെ ഹോൾഡിംഗ് ആയിട്ട് വരുന്നത്. ഈ കേബിൾ തന്നെ തിരിച്ച് വലിച്ച് നമ്മൾ ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് നമുക്കൊരു ഹോൾഡിംഗ് ആയിട്ട് ഇങ്ങനെ കൊണ്ട് നടക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ നമുക്ക് ഐഫോണും അതേപോലെ തന്നെ സാധാരണ ചാർജർ, അതായത് C2Cയും സാധാരണ നമ്മുടെ വാൾ ചാർജറിൽ കയറുന്ന ഏത് പിന്നും കയറുന്ന ഹോൾ ഇതിനകത്ത് ഉണ്ട്. ഓക്കെ, അപ്പോൾ ആർക്ക് എങ്ങനെ വേണമെങ്കിലും പവർ ബാങ്ക് യൂസ് ചെയ്യാം. അതുമാത്രമല്ല ഇത് 20,000 mAh ആണ് ഇതിനകത്തുള്ളത്. അതായത് സാധാരണ ഒരു 20,000 mAh എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിപ്പമുണ്ടാവും. ഇത് കണ്ടോ, ജസ്റ്റ് ഒരു കൈൻ്റെ ഉള്ളിൽ ഒതുങ്ങുന്ന അത്ര ഉള്ളു ഈ ഒരു പവർ ബാങ്ക്. പിന്നെ ഫ്ലൈറ്റിൽ പോകുന്നവർക്കാണെങ്കിലും ഈ 20,000 mAh അലൗഡാണ്. 20,000 മുകളിൽ mAh ഉള്ള പവർ ബാങ്കുകൾ ഫ്ലൈറ്റിൽ അലൗഡ് അല്ല ശരിക്കും. പിന്നെ നമ്മൾ ബാഗിൽ വെച്ച് കൊണ്ടുപോകുന്നവരുണ്ട്. എന്നാലും ശരിക്കും നമ്മുടെ കയ്യിൽ ഈ 20,000 mAh വെക്കാൻ പാടുള്ളൂ ഫ്ലൈറ്റിൻ്റെ റൂൾ പ്രകാരം. ഓക്കെ, പിന്നെ ഞാൻ അടുത്ത ട്രാവൽ തുടങ്ങാൻ പോവുകയാണ് പെട്ടെന്ന് തന്നെ. അപ്പോൾ അടുത്തതല്ല, ആദ്യമായിട്ടാണ് ട്രാവൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് എനിക്ക് മുൻപോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇനി എല്ലാ ദിവസവും ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു.